അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫൈനൈറ്റ് സബ് ഗ്രൂപ്പ് ടെസ്റ്റാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഗ്രൂപ്പിൻ്റെ സബ്സെറ്റ് ഫൈനൈറ്റ് സബ്സെറ്റ് സബ് ഗ്രൂപ്പാണോ ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ തിയറത്തിൽ പറയുന്നത്. ലെറ്റ് എച്ച് ബി എ നോൺ എം ടി ഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എ ഗ്രൂപ്പ് ജി. നോൺ എം ടി ആണ്, ഫൈനൈറ്റും ആണ്. ദെൻ എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഇഫ് എച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ ദി ഓപ്പറേഷൻ ഓഫ് ജി. അപ്പോൾ ക്ലോസ്ഡ് ആണെങ്കിൽ എച്ച് ക്ലോസ്ഡ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയിരിക്കും എന്നാണ് ഫൈനൈറ്റ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് പറയുന്നത്. സോ അതിൻ്റെ പ്രൂഫിലോട്ട് നമുക്ക് മാറാം. സപ്പോസ് ദാറ്റ് എച്ച് ഈസ് എ നോൺ എം ടി ഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എ ഗ്രൂപ്പ് ജി ആൻഡ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ദി ഓപ്പറേഷൻ ഓഫ് ജി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യണം എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. സോ ഇഫ് എ കോമ ബി ബിലോങ്സ് ടു എച്ച്, ദെൻ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എയും ബിയും എച്ചിലുണ്ടെങ്കിൽ എ ഇൻറ്റു ബി ബിലോങ്സ് ടു എച്ച് അതാണ് നമ്മൾ പറഞ്ഞത്. എച്ച് ഇസ് ക്ലോസ്ഡ് അണ്ടർ ദി ഓപ്പറേഷൻ ഓഫ് ജി മീൻസ് ഇഫ് എ കോമ ബി ബിലോങ്സ് ടു എച്ച് ദെൻ എ ഇൻറ്റു ബി ബിലോങ്സ് ടു എച്ച്. ക്ലോസ്ഡ് ആണല്ലോ, അപ്പോൾ എയും ബി എച്ചിലുണ്ടെങ്കിൽ എ ഇൻറ്റു ബി എച്ചിലുണ്ടാവും. നമുക്ക് നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് whenever a belongs to H, we should prove that A inverse belongs to H. ഇപ്പോൾ 2 സബ് ഗ്രൂപ്പ് ടെസ്റ്റ് പ്രകാരം നമുക്ക് പറയാൻ പറ്റും എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. എന്തൊക്കെയാണത്? എയും ബിയും എച്ചിലുണ്ടെങ്കിൽ എ ഇൻറ്റു ബി ബിലോങ്സ് ടു എച്ച്, ആൻഡ് വെൻ എ ബിലോങ്സ് ടു എച്ച് എ ഇൻവേഴ്സ് ഓൾസോ ബിലോങ്സ് ടു എച്ച് എന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ നമുക്കിവിടെ ഓൾറെഡി എച്ച് ക്ലോസ്ഡ് അണ്ടർ ദി ഓപ്പറേഷൻ ഓഫ് ജി ആയതുകൊണ്ട് എയും ബിയും എച്ചിലുണ്ടെങ്കിൽ ഷുവർലി എ ബി ബിലോങ്സ് ടു എച്ച്. നമുക്ക് എന്തുമാത്രം പ്രൂവ് ചെയ്താൽ മതി? എ എച്ചിലുണ്ടെങ്കിൽ എ ഇൻവേഴ്സും എച്ചിനകത്തുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ നമ്മൾ പറയുന്നു ഇഫ് എ ഈക്വൽ ടു ഇ, എ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെങ്കിൽ വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്? ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി ഇറ്റ് സെൽഫ്. അപ്പോൾ ഇ തന്നെയാണ്. അപ്പോൾ എ ഇ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സായ ഐഡൻറ്റിറ്റിയും എവിടെ തന്നെയുണ്ട്? എച്ചിനകത്ത് തന്നെയുണ്ട്. സോ ഇഫ് എ ഈക്വൽ ടു ഇ ദെൻ എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച്. അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യാം എ നോട്ട് ഈക്വൽ ടു ഇ, എ നോട്ട് ഈക്വൽ ടു ഇ ആണെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ സീക്വൻസസ് കൺസിഡർ ചെയ്യുന്നു. അതായത് എ, ദെൻ വി ഫൈൻഡ് എ സ്ക്വയർ, എ ക്യൂബ് എക്സെട്ര കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം എച്ച് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ സെറ്റിൽ ഈ എച്ചിലെ എലമെൻ്റ് ആണല്ലോ എ. അപ്പോൾ എ സ്ക്വയർ, എ ക്യൂബ് അങ്ങനെ അത് ഇൻഫൈനൈറ്റ് ആയിട്ട് പോകില്ല, കാരണം എച്ച് ഫൈനൈറ്റ് സെറ്റാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പവർ എത്തുമ്പോൾ ഈ രണ്ട് എയുടെ പവറുകളും സെയിം ആയിട്ട് വരും. അതായത് എ റൈസ് ടു ഐ ഈക്വൽ ടു എ പവർ ജെ ഫോർ ഐ ഗ്രേറ്റർ ദാൻ ജെ. സോ ഇൻഫൈനൈറ്റ് ആയിട്ട് അതിനെങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സ്റ്റേജിന് അത് ശേഷം ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ ജസ്റ്റ് അതിന് എ റൈസ് ടു ഐ ഈക്വൽ ടു എ റൈസ് ടു ജെ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നോക്കിക്കേ. എ റൈസ് ടു ജെ ഇൻറ്റു എ റൈസ് ടു മൈനസ് ജെ, ദാറ്റ് ഈസ് എ റൈസ് ടു ജെ മൈനസ് ജെ, വിച്ച് ഈസ് ഈക്വൽ ടു എ റൈസ് ടു 0, വിച്ച് ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി. സോ എ റൈസ് ടു ജെ ഇൻറ്റു എ റൈസ് ടു മൈനസ് ജെ ഈക്വൽ ടു ഇ. അപ്പോൾ നമ്മൾ പറഞ്ഞു എ റൈസ് ടു ഐ ഈക്വൽ ടു എ റൈസ് ടു ജെ ഫോർ ഐ ഗ്രേറ്റർ ദാൻ ജെ. സോ അവിടെ എ റൈസ് ടു ജെനെ റീപ്ലേസ് ചെയ്തിട്ട് എ റൈസ് ടു ഐ കൊടുക്കാം ഫോർ ഐ ഗ്രേറ്റർ ദാൻ ജെ. സോ എ റൈസ് ടു ഐ ഇൻറ്റു എ റൈസ് ടു മൈനസ് ജെ ഈക്വൽ ടു ഇ. സോ എ റൈസ് ടു ഐ മൈനസ് ജെ ഈക്വൽ ടു ഇ ആൻഡ് ഐ മൈനസ് ജെ ഗ്രേറ്റർ ദാൻ 1. അങ്ങനെ ഞാൻ കൊടുക്കാൻ കാരണം ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് എ റൈസ് ടു ഐ ഈക്വൽ ടു എ റൈസ് ടു ജെ ആൻഡ് ഐ ഗ്രേറ്റർ ദാൻ ജെ. ഐ ഗ്രേറ്റർ ദാൻ ജെ പറയുമ്പോൾ ഐ മൈനസ് ജെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഐ മൈനസ് ജെ ഗ്രേറ്റർ ദാൻ 0 ആണ്. ആ പവറിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഐ മൈനസ് ജെ ഗ്രേറ്റർ ദാൻ 0 ആണ്. നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് എ ഒരിക്കലും ഐഡൻറ്റിറ്റി ആവില്ല. എ ടു ദ പവർ 0, എ റൈസ് ടു 0 എന്ന് പറയുന്നതാണ് ഐഡൻറ്റിറ്റി. അപ്പോൾ എ ടു ദി പവർ 0 ആണ് ഐഡൻറ്റിറ്റി. നമുക്കതുകൊണ്ട് ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഐ മൈനസ് ജെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ബട്ട് എ ഐഡൻറ്റിറ്റി ആവാത്ത കൊണ്ട് നമുക്ക് പറയാം ഐ മൈനസ് ജെ ഗ്രേറ്റർ ദാൻ 1 ആണെന്ന്. സോ എ റൈസ് ടു ഐ മൈനസ് ജെ ഈക്വൽ ടു എ ഇൻറ്റു വീണ്ടും എന്താ ചെയ്തത്? ഒരു എ റൈസ് ടു ഐ മൈനസ് ജെ മൈനസ് 1. നമ്മൾ എന്താ ചെയ്തത്? ഒരു എ എന്ന് പറയുന്നത്
പവർ എയുടെ പവർ എ റേസ് ടു 1 - 1 എന്നുള്ള രീതിയിൽ നമ്മളവിടെ കൊടുത്തു, അതിനെ സെപ്പറേറ്റ് ചെയ്തു. അതായത് ഒരു -1 പവറിൽ ഒരു -1 ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും ചെയ്തു. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ റേസ് ടു I - J - 1. സോ നമ്മളിവിടെ എടുത്തത് എ റേസ് ടു I - J ഈസ് ഐഡൻറ്റിറ്റി. സോ എ ഇൻറ്റു എ റേസ് ടു I - J - 1 ഈസ് ഐഡൻറ്റിറ്റി. സോ അങ്ങനെ നമുക്ക് എ ഇൻറ്റു ഏതെങ്കിലും ഒരു സംതിങ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് ആൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, മീൻസ് അതിൻ്റെ എയുടെ ഇൻവേഴ്സ് ആണ് ദാറ്റ് എലമെൻറ്റ്. ദാറ്റ് ഇസ് എ ഇൻവേഴ്സ് ഈക്വൽ ടു എ റേസ് ടു I - J - 1. അപ്പം I - J - 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദാറ്റ് ഈസ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് I - J - 1 ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ I - J - 1 ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ I - J - 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സോ നമുക്കിങ്ങനെ ഒരു പവർ എയുടെ ഒരു പവർ നമ്മൾ ആ സീക്വൻസ് എച്ചിൻ്റെ സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. എ സ്ക്വയർ ആ പവർ എന്ന് പറയുന്നത് 1-നേക്കാളും കൂടുതലാണ്. 1-നേക്കാളും കൂടുതലാകുമ്പോൾ 2ഓ 3ഓ 4ഓ എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെ ഒരു ഇൻവേഴ്സ് നമുക്ക് എക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച്. സോ എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അപ്പം നമ്മൾ രണ്ട് കാര്യം പ്രൂവ് ചെയ്ത് എയും ബിയും എച്ചിലുണ്ടെങ്കിൽ എ ഇൻറ്റു ബി ബിലോങ്സ് ടു എച്ച്. ദാറ്റ് ഫോളോ ഫ്രം ദ അസംഷൻ itself, hypothesis itself. And we have proved that if A belongs to H, then A inverse also belongs to H. So by two-step subgroup test, we can say that it is a subgroup of G.